59 വയസ്സുള്ള കീഴാറ്റൂർ സ്വദേശിനിയാണ് ഈ ഒരു രോഗബാധിതയായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇവരുടെ മരണം നടന്നത് ചൊവ്വാഴ്ചയാണ്. പക്ഷേ പരിശോധനാ ഫലങ്ങൾ വന്നത് ഇന്നലെയാണ്. അതാണ് ഈ രോഗം ഇന്നലെ സ്ഥിരീകരിക്കാനുള്ള ഒരു കാരണം. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. തുടർന്ന് തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്നും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയും അന്ന് തന്നെ ചൊവ്വാഴ്ച തന്നെ അവർ മരണമടയുകയും ചെയ്തു. ഇതിൻ്റെ ഒരു രോഗത്തിൻ്റെ സോഴ്സ് എവിടെയെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ട് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല ഇതിനോടകം തന്നെ സൂപ്പർ ക്ലോറിനേഷൻ അടക്കം ചെയ്ത് സാധ്യമായ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. കുടിവെള്ളത്തിൽ നിന്നാകാം ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്ന പ്രാഥമിക വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തന്നെ ഇതിനോടകം ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ആരോഗ്യവകുപ്പ് പറയുന്നത് വലിയൊരു ആശങ്കയ്ക്ക് ഇപ്പോൾ സാഹചര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇവരുമായി അടുത്തുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ ലക്ഷണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ ഈ ഒരു കേസിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോഴും ജില്ലയിൽ പലയിടങ്ങളിലായിട്ട് ഈ വർഷത്തിൽ ഇതുവരേക്ക് 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മരണമാണ് സംഭവിച്ചത്. ബാക്കി 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. മറ്റുള്ള 9 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഈ 12 കേസും 12 ഇടങ്ങളിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മഴക്കാലത്ത് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു അസുഖബാധയായിട്ട് വേണം ഇതിനെ കാണുവാൻ. ഇതിൻ്റെ പകർച്ചവ്യാധിയായിട്ട് പടർന്നു പിടിക്കുന്ന സാഹചര്യമല്ല, മറിച്ച് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത 12 ഇടങ്ങളിലാണ് രോഗം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും വയ്ക്കുന്ന സുരക്ഷാ നിർദ്ദേശം ശുദ്ധജലം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, അതുപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങൾക്കെല്ലാം ശേഷം കൈ സോപ്പിട്ട് കഴുകി ഒരിക്കലും അത്തരത്തിൽ ഒരു അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടാകാതെ മുൻകരുതൽ സ്വീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവരിൽ നിന്നും, അതായത് ഇപ്പോൾ മരിച്ച രോഗിയിൽ നിന്നും ആർക്കും ഇതുവരെ രോഗബാധ ഉണ്ടായിട്ടില്ല. ആ മേഖലയിലും ആർക്കും മറ്റ് ലക്ഷണങ്ങളോ രോഗബാധയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു പടർന്നു പിടിച്ച സാഹചര്യമില്ല, മറിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരു പഴക്കെ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകേണ്ട സമയമാണ് ഇതെന്ന് മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നാണെങ്കിലും ആ ഒരു മേഖലയിൽ ഇതിനോടകം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പരിശോധനാ ഫലങ്ങൾ കുറച്ചുകൂടി വരാനുണ്ട്. ഈ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകളിൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമൊക്കെ അടുത്ത ദിവസങ്ങളിൽ എത്തുകയുള്ളൂ. അതിനുശേഷം കൃത്യമായിട്ട് ഇതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക്